എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് റോമർ 10:10 വിശ്വാസത്തിലൂടെയുള്ള രക്ഷ എങ്ങനെയെന്ന് ശ്രവിക്കാം. റോമർ 10:10 ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ഈ അധ്യായം റോമൻ ക്രിസ്ത്യാനികൾക്കുള്ള പൗലോസിന്റെ കത്തിന്റെ ഭാഗമാണ്. അവിടെ അദ്ദേഹം രക്ഷ, വിശ്വാസം, നീതി എന്നീ വിഷയങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു. ഇവിടെ വിശ്വാസത്തിലൂടെയുള്ള രക്ഷ എന്ന ആശയത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നു. ഒരുവൻ രക്ഷിക്കപ്പെടുന്നത് പ്രവൃത്തികളാലോ നിയമത്തോടുള്ള അനുസരണത്താലോ അല്ല, മറിച്ച് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് എന്ന് ഊന്നി പറയുന്നു. യേശുവിനെ കർത്താവായി ഏറ്റുപറയുന്നതിലൂടെയും ഉയർത്തെഴുന്നേറ്റ രക്ഷകനായി അവനെ വിശ്വസിക്കുന്നതിലൂടെയും ആണ് രക്ഷ ലഭിക്കുന്നതെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഈ വാക്യം രക്ഷയ്ക്കുള്ള 2 ആവശ്യ പ്രവൃത്തികളെ എടുത്തു കാണിക്കുന്നു. ഹൃദയത്തിൽ വിശ്വസിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്നതും നീതീകരിക്കപ്പെടുന്നതും നിങ്ങളുടെ ഹൃദയം കൊണ്ടാണല്ലോ. ഹൃദയത്തിലുള്ള വിശ്വാസം ആഴമേറിയതും വ്യക്തിപരമായതുമായ വിശ്വാസത്തെ സൂചിപ്പിക്കുന്നു. ഇത് കേവലം ബൗദ്ധികമായ അംഗീകാരമല്ല, മറിച്ച് കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിലുള്ള പൂർണ്ണവും ആത്മാർത്ഥവുമായ വിശ്വാസമാണ്. ഈ വിശ്വാസം ദൈവമുൻപാകെ ഒരു വ്യക്തി നീതിമാനായി പ്രഖ്യാപിക്കപ്പെടുന്നതിനെ ന്യായീകരിക്കുന്നു. വായ് കൊണ്ട് ഏറ്റുപറയുന്നു. നിന്റെ വായ് കൊണ്ടാണ് നീ നിന്റെ വിശ്വാസം ഏറ്റുപറയുന്നതും രക്ഷിക്കപ്പെടുന്നതും. വായ് കൊണ്ട് ഏറ്റുപറയുന്നത് ആ ആന്തരിക വിശ്വാസത്തിന്റെ ബാഹ്യ പ്രകടനമാണ്. വിശ്വാസി യേശുവിനെ കർത്താവും രക്ഷകനുമാണെന്ന് പരസ്യമായി അംഗീകരിക്കുന്നുവെന്ന് ഇത് കാണിക്കുന്നു. ഈ ഏറ്റുപറച്ചിൽ കേവലം വാക്കാൽ മാത്രമല്ല, ക്രിസ്തുവിനോട് ചേർന്നുള്ള ഒരു ജീവിതത്തിന്റെ സൂചന കൂടിയാണ്. വിശ്വാസം യഥാർത്ഥമാണെന്ന് തെളിയിക്കുന്നു. ഇവിടെ ആന്തരിക വിശ്വാസവും ബാഹ്യമായ ഏറ്റുപറച്ചിലുകളും രക്ഷയുടെ ആവശ്യ ഘടകങ്ങളാണെന്ന് ഈ വാക്യം ഊന്നിപ്പറയുകയാണ്. രക്ഷ ലഭിക്കുന്നത് പ്രവൃത്തികളിലൂടെയോ നിയമത്തിലൂടെയുള്ള അനുസരണത്തിലൂടെയോ അല്ല, മറിച്ച് യേശുക്രിസ്തുവിലുള്ള യഥാർത്ഥ വിശ്വാസത്തിലൂടെയാണ് എന്ന് നാം പുനർചിന്തനം ചെയ്യണം. ആധികാരിക വിശ്വാസത്തിൽ ഹൃദയവും വായും ഉൾപ്പെടുന്നു. ക്രിസ്തുവിനെ കർത്താവായി പരസ്യമായി അംഗീകരിക്കുന്നു. ക്രിസ്തുവിനെ കർത്താവായി ഏറ്റുപറയുന്നത് നമ്മുടെ പെരുമാറ്റത്തെയും തീരുമാനങ്ങളെയും മറ്റുള്ളവരുമായുള്ള ഇടപഴകലുകളുടെ രീതിയെയും സ്വാധീനിക്കണം. രക്ഷ എല്ലാവർക്കും കയ്യെത്തും ദൂരത്തായതിനാൽ മറ്റുള്ളവരുമായി സുവിശേഷം പങ്കുവയ്ക്കുക. സ്നേഹപിതാവേ, ആധികാരികമായി വിശ്വാസം വളർത്തിയെടുക്കുവാനും വാക്കുകളിൽ മാത്രമല്ല നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയും ജീവിത രീതിയിലൂടെയും യേശുവിനെ കർത്താവായി ഏറ്റുപറയാനും രക്ഷയുടെ സന്ദേശം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.